ദേ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച നല്ലൊരു വീട് വന്നിട്ടുണ്ട്. 4 വർഷമായിട്ട് ആരും താമസിക്കാനില്ലാതെ പൂട്ടിയിട്ടേക്കണാണ്. ആഴ്ചയിൽ വന്ന് ക്ലീൻ ചെയ്യും. മുറ്റത്തൊക്കെ ആണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇത് സൂക്ഷിക്കണാറുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് കിടക്കണം. 84 സെന്റ് സ്ഥലവുമുണ്ട്. ഇഷ്ടം പോലെ സ്ഥലം, നല്ലൊരു വീട്. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും അതുപോലെ ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. കാരണം അത്രയും നല്ല വീടാണ്. ഒരിക്കലും ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേ അല്ല. അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലേ, ഇവര് 4 വർഷത്തോളം ഇതിൻ്റെ അത് താമസിച്ചിട്ട്. അപ്പോൾ അത് കാരണം കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം താമസിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ വില വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് കാരണമാണ് കൊടുക്കാൻ തീരുമാനിച്ച. അതും ഒറ്റ നില വീടാണ്ടോ. ഒറ്റ നില വീട്, 4 ബെഡ്റൂമുള്ള വീടിന്റെ അകത്തോട്ട് കയറുമ്പോഴാണ് നിങ്ങൾക്ക് വീടിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഈ താമസിക്കാനൊക്കെ ആളില്ലാത്തവരാണ് ഈ പുല്ലൊക്കെ പിടിച്ചിറക്കണം. കാരണം പറമ്പൊന്നും എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല. വീടും വീടിന്റെ ഇത്രയും പരിസരവും മാത്രമാണ് എപ്പോഴും ക്ലീൻ ചെയ്തിരുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടാ. ഇഷ്ടം പോലെ തെങ്ങ്, മാവ്, പ്ലാവ്, ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഒരുപാടാണ്. ഔട്ട് ഹൗസ്, സർവൻറ്റിന് താമസിക്കാനുള്ള ഔട്ട് ഹൗസ് ഉണ്ട്, ഡ്രൈവർക്ക് താമസിക്കാനുള്ള റൂമുണ്ട്. അങ്ങനെ 2 റൂമാണ് ഇതിൻ്റെ അകത്തുള്ളത്. കണ്ടോ, 2 സൈഡിലും നല്ല രീതിക്ക് പണിതൊരു വീടാണ്. പക്ഷേ താമസിക്കാനും നോക്കാനൊന്നും ആളില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് കൊടുക്കണേണ്. കാരണം ഇതിൻ്റെ ഓണറൊന്നും ഇവിടെയല്ല താമസം, അവർ വേറെയാണ്. അപ്പോൾ അത് കാരണം ഇതിപ്പോൾ ആഴ്ചയിൽ ക്ലീൻ ചെയ്യാൻ ഒരാൾ വരും. അത് കാരണം ഇത്രയെങ്കിലും ഭംഗിയായിട്ട് കിടക്കണത്. അപ്പോൾ ഒരു കുറെ ആലോചിച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ നല്ല ആർക്കെങ്കിലും കൊടുക്കണല്ലേ. വേണ്ട, അത്തിയൊക്കെ ഉണ്ടായി കിടക്കണണ്ട, അത്തിപ്പഴമാണ് കാണണ്ട, കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഇഷ്ടം. ആ തൊട്ടപ്പുറത്ത് സപ്പോർട്ട് അയക്കണമെന്ന് വെച്ചത് കണ്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല എന്താ പറയണ, അതുപോലെ പണിയിപ്പിച്ചൊരു വീടാണ്. ഓറൊക്കെ ഉണ്ട്, സിറ്റ് ഔട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഇവിടെ ഒരു ചാരി കസേരയൊക്കെ ഇട്ട് ഇവിടെ ഒന്ന് ഇരുന്നിരുന്നെങ്കിലോ ഒരു പ്രൗഢിയാണത്. മൊത്തം തേക്ക് പാനൽ ചെയ്തേക്കണാണ് ഭിത്തി, 6 അടി ഹൈറ്റിന്. അകത്തോട്ട് കയറുമ്പോഴാണ് ഡബിൾ ഡോറാണ് കൊടുത്തേക്കണം. ഞങ്ങളുടെ തുറന്ന് കയറുമ്പോ തന്നെ നിങ്ങളുടെ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ. കണ്ട എന്താ ഒരു ഏരിയ നോക്കി. സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് ലിവിങ് ഏരിയ തന്നെ എന്ത് നീളത്തിലാണ് കിടക്കണത് നോക്കി. ഇനി മെയിൻ ഹാള് കാണിച്ചുതരാം. അതിന്റെ നീളം കൂടി നിങ്ങൾ കണ്ടോ. കണ്ട മെയിൻ ഹാളിന്റെ വലിപ്പം നോക്കി. അത്രയും നീളത്തിലാണ് മെയിൻ ഹാൾ കിടക്കണം. ഇത് തന്നെ 50 അടി നീളോട്ടുണ്ടെന്നുണ്ട്. അത്രയും നല്ല രീതിക്ക് പണിതതും. ഇനി റൂമൊക്കെ കാണിച്ചുതരാം. ഒരു റൂം പോലും ചെറുതില്ല. എല്ലാത്തിനും ഡ്രസ്സിങ് ഏരിയയും ഡ്രസ്സിങ് ടേബിളും. ഡ്രസ്സിങ് ടേബിള്, അതിന്റെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി റൂമിൽ കബോർഡുണ്ട്. എല്ലാം തേക്കാണ്ട. ഇവിടെ തന്നെ തടിയെടുത്ത് ആശയനെ കൊണ്ട് പണിയിപ്പിച്ചാണ്. കണ്ട അതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. 4 വർഷം പൂട്ടിയിട്ട വീടാണെന്ന് കണ്ടാ പറയുന്നത്. കാരണം ഇതെല്ലാ ആഴ്ചയും വന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടും. കാരണം അവരത്രയും ആഗ്രഹിച്ച് പണിതൊരു വീടാണ്. അവർക്കിപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റാത്ത ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരത് കൊടുക്കണേ. മെയിൻ ഹാളിലെ ഡൈനിങ് ഹാളിലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട. നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ എന്താ ഒരു ലുക്കല്ലേ. അതെ, ഇവിടെ വേറൊരു ഏരിയ ഉണ്ട്. ഞാൻ ഇത് അടുത്ത റൂം കാണിച്ചു തരാം. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഒറ്റ നിലയിലുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം ഒരു സീനറിയൊക്കെ ചാരി വെച്ചേക്കുന്നുണ്ട്. അതിന്റെ ഡ്രസ്സിങ് ടേബിള് കാര്യങ്ങള്, അതിന്റെ ബാത്റൂം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ. അധികം ഉപയോഗിക്കാത്ത വീടാണിത്. അതിന് പിന്നെ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചതിന്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലേ, അതൊന്ന് വേറെ തന്നെയാണ്. ഇനി ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ അരൂരി. കാരണം എറണാകുളത്തിനടുത്ത് തന്നെ
അരൂര് പൂച്ചാക്കലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. ഇത് 3ാമത്തെ ബെഡ്റൂം, അതിന്റെ കബോർഡ് എല്ലാം തേക്കാണ്ട. ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഇവിടുത്തെ കബോർഡ് കംപ്ലീറ്റ്, കിച്ചൺ കബോർഡ് അടക്കം എല്ലാം തേക്കാണ്. ഇത് അതിന്റെ ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങൾ, അതിന്റെ ബാത്റൂം. പൂച്ചാക്കലടുത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. നമ്മുടെ ചേർത്തല ഇൻഫോ പാർക്കിലോട്ടൊക്കെ 8 കിലോമീറ്ററേ ഉള്ളൂ. അത് നല്ല കാമാൻ കൊയറ്റ് ഏരിയ. അതെവിടെ നിന്നൊരു 1.5 കിലോമീറ്ററിനുള്ളിൽ സ്കൂള്, ഹോസ്പിറ്റല്, പള്ളി, അങ്ങനെ എല്ലാ സൗകര്യവും. ഇതാണ് ഇതിന്റെ മെയിൻ ബെഡ്റൂം കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ ബെഡ്റൂം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഉണ്ടാ എന്താ ഒരു വലിപ്പം നോക്കി. ഇതിന്റെ ബാത്റൂം അതുപോലെ തന്നെയാണ്, നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ്. ഇതിന്റെ ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെയാണ് കൊടുത്തേക്കണം. നിങ്ങൾ ഈ വീട് വന്ന് കാണണം, എന്നാലും മാത്രം നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഇതെങ്ങനെയാണ് പണിതേക്കണം, എന്താ രീതിയിലാന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ 84 സെന്റ് സ്ഥലം, ഇവിടെ 1 സെന്റ് സ്ഥലത്തിന് തന്നെ 3.5 ലക്ഷം രൂപ മേളിൽ വിലയുണ്ട്. ഈ 84 സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഇവർ ചോദിക്കണ 3,95 ലക്ഷം രൂപയാണ്. പക്ഷെ അത് നെഗോഷ്യബിൾ ആണ്ട, നിങ്ങൾക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം. അല്ല, 1 ഏക്കറിന് വെറും 15 സെന്റേ കുറയുള്ളൂ. 3 ഫേസ് കണക്ഷൻ. സ്റ്റോർ റൂമാണത്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർ റൂമാണത്. ഈ കിച്ചന്റെ ഒക്കെ വലിപ്പം നോക്കി. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. ഇനി ഇതിന് സെക്കൻഡ് കിച്ചൺ വേറെ ഉണ്ട്. മെയിൻ കിച്ചണൊക്കെ നോക്കി. ഇപ്പോഴും എന്തെങ്കിലും അഴുക്ക പോറല എന്തെങ്കിലും ഉണ്ടോ നോക്കി. കാരണം ഈ ഭിത്തി കംപ്ലീറ്റ് ടൈലൊട്ട് ചെയ്യാനാണ്. കാരണം സീലിംഗ് ഹൈറ്റ് വരെ ഫുള്ള് ടൈലൊട്ട് ചെയ്യണം, ഒരഴുക്ക് വാകാണ്ടിരിക്കാൻ. ഒരു പുകട കറ വന്നാൽ പോലും നമുക്ക് തൂത്ത് കളയാം. അതിന് ഇതിനകത്ത് തീ കത്തിക്കണ പരിപാടി ഇല്ല. സെക്കൻഡ് കിച്ചൺ, നിങ്ങളുടെ റഫ്യൂസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി. ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സർവന്റിന്റെ റൂമും ഔട്ട് ഹൗസാണ് കാണാം. നേരെ ഇതൊക്കെ ഇതിനകത്തൊന്നും ചെയ്യാനല്ല. നിങ്ങളുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അങ്ങോട്ട് താമസിക്കുക. ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വീടാണിത്. താമസിക്കാൻ ആളില്ലെന്നുള്ളൊരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്താ ആളിൻ്റെ അകത്തൊക്കെ ഒരു കല്യാണം നടത്താം വീടിന്റെ പേരൊക്കെ ഇത് വെച്ച്. അല്ലെങ്കിൽ ഒറ്റ നില വീട് മാത്രം 2,950 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് 3,000 സ്ക്വയർ ഫീറ്റ് ഒരു 50 സ്ക്വയർ ഫീറ്റേ കുറയുള്ളൂ. അത് ഈ ലക്ഷറി ടാക്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് 50 സ്ക്വയർ ഫീറ്റ് കുറച്ചിട്ടത്. അത് നമുക്ക് വീടിന്റെ ബാക്കിലോട്ട് ഇറങ്ങാനുള്ളത്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയും കുറച്ച് ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ വെച്ച് ഇതാണ് മെയിൻ ഹൈവേ. ഈ ഹൈവേന്ന് ഒരു